അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് PK ശ്രീമതി എന്നായിരുന്നു. അച്ഛൻ MLA ആയിരുന്നു. പക്ഷെ അമ്മ മരിച്ചത് 2020 ഫെബ്രുവരി 24 അമ്മ മരിച്ചു. അതിനുശേഷം ആരും പെൻഷൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വേണ്ടേ. പിന്നെ ശ്രീമതി ടീച്ചറെ പോലെ ഒരാൾക്ക് ഈ പെൻഷൻ തട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന, ഏതൊരാൾക്കും മനസ്സിലാവുന്ന. അപ്പോൾ ഇത്തരം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് വളരെ മോശമായി. അതിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെക്ക് പേര് വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇങ്ങനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ കാര്യങ്ങളൊന്നുകൂടി പരിശോധിച്ചിട്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അറിവില്ലായ്മ ആണ്. അറിവില്ലായ്മ അത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നില്ലേ, വിവരമില്ലായ്മയല്ലേ. തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ വളരെ വൈകാരികമായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള PK ശ്രീമതി ടീച്ചർ എന്ന് പ്രതികരിച്ചത്. വളരെ വൈകാരികമായൊരു പ്രതികരണമായിരുന്നു. മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ PR കൃഷ്ണൻ്റെ ഭാര്യയുടെ പേരിലുള്ള പെൻഷൻ താൻ കൈപ്പറ്റി എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണം നടക്കുന്നു എന്നായിരുന്നു PK ശ്രീമതി ടീച്ചർ എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുന്നത് കുന്നംകുളത്തെ മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ PR കൃഷ്ണൻ്റെ മകൻ അജിത്താണ്. അദ്ദേഹം റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുന്നുണ്ട്. താങ്കളുടെ അമ്മയുടെ പേര് ഒന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തത. എൻ്റെ അമ്മയുടെ പേര് ശ്രീമതി, PK ശ്രീമതി. PKയുടെ അതിൻ്റെ PK എന്ന് വെച്ചാൽ പൊന്നരാശ്ശേരി കുട്ടൻ മകൾ ശ്രീമതി ആണ് എൻ്റെ അമ്മയുടെ പേര്. പേരിലുള്ള ഒരു സാമ്യതയായിരിക്കാം ഇത്തരത്തിലുള്ള സാമ്യതയാണ് PK ശ്രീമതി. PK ശ്രീമതി ടീച്ചറെ കുട്ടി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ടീച്ചർ എൻ്റെ അമ്മയുടെ പേരിലുള്ള ഒരാൾ MLA ആവണു, മന്ത്രി ആവുന്നു, MP ആവുന്നു ഒക്കെ നമുക്കൊരു സന്തോഷമുണ്ട്. ടീച്ചറോട് ആ രീതിയിൽ പേര് കൊണ്ട് മാത്രം നമുക്ക് ഇതുണ്ട്. അല്ലാതെ ഞാൻ പാർട്ടിക്കാരനല്ല, CPM കാരനല്ല. അല്ലാതെ ഈ വാർത്ത വന്നതിനെതിരെ ടീച്ചർക്ക് വേണ്ടി അനുകൂലമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നതാണ്. ഞാൻ നീതിയുടെ ഭാഗത്ത്, സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. കൃത്യമായ കാര്യം പറയണം. ഇപ്പോൾ നടക്കുന്ന ഈ വാർത്തകൾ കണ്ടിരുന്നു, ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചാരണം. താങ്കളുടെ അമ്മയുടെ പേരിലുള്ള പെൻഷൻ PK ശ്രീമതി ടീച്ചർ വാങ്ങി എന്ന തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഞാൻ കണ്ടു. അത് ഞാൻ 2 ദിവസം മുമ്പ് കേട്ടു, ഇന്ന് കാണുകയും ചെയ്തു. അപ്പോൾ ടീച്ചറുടെ അടുത്ത് ഇത് കാര്യം പറയാനായിട്ട് ആണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ സുഹൃത്ത് അനിലിൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം ടീച്ചറെ നേരിട്ട് വിളിച്ചിട്ട് ടീച്ചറോട് പറയുകയും ചെയ്തിട്ടുണ്ട്, ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് PK ശ്രീമതി എന്നായിരുന്നു. അച്ഛൻ MLA ആയിരുന്നു, തിരുവൊച്ചിയിൽ MLA ആയിരുന്നു, കുന്നംകുളം സ്റ്റേറ്റിൽ കുന്നംകുളം MLA ആയിരുന്നു. ഈ സംഗതി ഞാനപ്പോൾ കൃത്യമായി അപ്പോൾ അതിൻ്റെ പേരിൽ അമ്മയ്ക്ക് പെൻഷൻ അർഹതയുള്ളതുകൊണ്ട് അമ്മ പെൻഷൻ വാങ്ങിയിരുന്നു. പക്ഷെ അമ്മ മരിച്ചത് 2020 ഫെബ്രുവരി 24 അമ്മ മരിച്ചു. ഫെബ്രുവരി 24 അമ്മ മരിച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ അമ്മ മരിച്ചിട്ട് അടുത്ത ദിവസം എൻ്റെ ചേട്ടൻ ഡെത്ത് സർട്ടിഫിക്കറ്റും എല്ലാ സംഗതികളും അമ്മ മരിച്ചതായിട്ടുള്ള അറിയും കൺസേൺഡ് അതോറിറ്റിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആരും പെൻഷൻ വാങ്ങേണ്ട കാര്യമില്ലല്ലോ നമുക്ക് വേണ്ടേ. പിന്നെ ശ്രീമതി ടീച്ചറെ പോലെ ഒരാൾക്ക് ഈ പെൻഷൻ തട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന, ഏതൊരാൾക്കും മനസ്സിലാവുന്ന. അപ്പോൾ ഇത്തരം ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് വളരെ മോശമായി. അതിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെക്ക് പേര് വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ താങ്കളുടെ അമ്മ മരിക്കുന്നത് വരെ പെൻഷൻ വാങ്ങിച്ചത് താങ്കളുടെ അമ്മയായിരുന്നു, മരിച്ച ശേഷം പെൻഷൻ വാങ്ങിയിട്ടുമില്ല. അമ്മ മരിക്കുന്നത് വരെ അമ്മ ടീച്ചറായിരുന്നു. അമ്മയ്ക്ക് ടീച്ചറുടെ പെൻഷൻ ഉണ്ടായിരുന്നു, ഈ ഫാമിലി പെൻഷൻ, അച്ഛൻ്റെ ഫാമിലി പെൻഷനും കിട്ടിയിരുന്നു. അത് മരിക്കുന്ന വരെ അമ്മ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ആരും പെൻഷൻ വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളത് പെൻഷൻ അമ്മ മരിച്ച വിവരം ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മരിച്ചവരുടെ പേര് കൂടി വലിച്ചഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണം നടത്തുന്ന ഒരു ഉദ്ദേശം എന്തായിരിക്കും? അത് രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ വിവരമില്ലായ്മയായിരിക്കാം. എനിക്ക് കൂടുതൽ രണ്ടും ചേർന്നതായിരിക്കും. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇങ്ങനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവർ കാര്യങ്ങളൊന്നുകൂടി പരിശോധിച്ചിട്ട് വേണ്ട ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അറിവില്ലായ്മ ആണ്. അറിവില്ലായ്മ അത്ര വലിയ കുറ്റമായിട്ട് എനിക്ക് തോന്നില്ലേ, വിവരമില്ലായ്മയല്ലേ. അത് ആരത് ചെയ്തെന്ന് എനിക്കറിയില്ല. അത് ജനത്തിൽ വന്നു, പിന്നെ സാജൻസ്കറിയുടെ എന്തോതിലും വന്നു എന്നൊക്കെ ഞാൻ കേട്ടത്. അപ്പോൾ അത് വളരെ മോശമാണ്. ഇതൊക്കെ ടീച്ചർ വളരെ പൊട്ടിക്കരഞ്ഞായിരുന്നു പ്രതികരിച്ചത്. അത് കണ്ട് ടീച്ചറെ വിളിച്ചോ? അതിൽ ടീച്ചറെ ഞാൻ വിളിക്കാൻ ടീച്ചറെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാനത് എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട്, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അനിൽ, നടത്തറുള്ള TG അനിൽ എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു. UP ജോസഫിനെ വിളിച്ചപ്പോൾ ഫോണിൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ അനിലിനെ വിളിച്ചു പറഞ്ഞു. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. മൂപ്പരെ വിളിച്ചു പറഞ്ഞു. മൂപ്പർക്ക് ഞങ്ങളുടെ മൊത്തം കഥ അറിയും, ചരിത്രം അച്ഛനറിയാം, അമ്മയുടെ വീട്ടുപേരും പേരൊക്കെ അനിലിനറിയാം. അദ്ദേഹം ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആളാണ് ഇപ്പോൾ ഇതുവരെ മീഡിയകൾക്കൊക്കെ അറിയിച്ചത്. ടീച്ചറോടുള്ള രാഷ്ട്രീയ വിരോധമായിരിക്കാം. ആവാം, അല്ലെങ്കിൽ ഒന്നിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ വിരോധം.
അതാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോടൊപ്പം സംസാരിച്ചത് കുന്നംകുളത്തെ മുൻ MLA ആയിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന PR കൃഷ്ണന്റെയും ഒപ്പം PK ശ്രീമതി ടീച്ചറുടെയും മകനായ അജിത്താണ്. അതായത് CPM നേതാവായ PK ശ്രീമതിക്കെതിരെ വന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള പെൻഷൻ വാങ്ങി എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമായിരുന്നു. അദ്ദേഹം നിഷേധിക്കുകയാണ്. PK ശ്രീമതി ടീച്ചർക്കെതിരെ CPM നേതാവായ PK ശ്രീമതി ടീച്ചർക്കെതിരെ നടക്കുന്നത് ഇത്തരത്തിൽ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ വിരോധം മൂലമുള്ള ഒരു പ്രചാരണമാകാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിവരമില്ലായ്മ കൊണ്ടുള്ള ഒരു വ്യാജ പ്രചാരണമാകാം എന്നാണ് അദ്ദേഹം റിപ്പോർട്ടർ ടിവിയോട് ഇപ്പോൾ പ്രതികരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജു ആംകോടിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.